അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു അമൽ പരിചയപ്പെടുത്തി തരാം. നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്. നമുക്ക് ഏത് വലിയ ആഗ്രഹമായിക്കോട്ടെ, നമുക്കൊരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന ആഗ്രഹമായിക്കോട്ടെ, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടായിക്കോട്ടെ, എന്ത് പ്രശ്നവും നമ്മുടെ മനസ്സിലുള്ള പ്രശ്നവും ഈ ഒരു ഇസ്ലാമിക രീതിയിലൂടെ നമുക്ക് പരിഹരിക്കാൻ കഴിയും. ഈ ഒരു അമൽ നിങ്ങൾ ചെയ്യുന്നത് ആരോടും പറയാൻ പാടില്ല. നിങ്ങൾ സ്വകാര്യമായിട്ട് ചെയ്യേണ്ട ഒരു അമലാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഫലമുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു അമൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാം. ഏതാണ് ആ ദിക്റ് എന്നും പറഞ്ഞു തരാം. സാമ്പത്തികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും. നമ്മൾ ഈ ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകും. നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. നിങ്ങൾ 100% വിശ്വസിച്ച് ഈ ഒരു ദിക്റ് ചൊല്ലിക്കൊള്ളി. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറും, സമ്പത്ത് ഉയരും, ഐശ്വര്യം വർദ്ധിക്കും. എന്താണോ നമ്മുടെ ആഗ്രഹം, എന്താണോ നമ്മൾ പ്രയാസം മനസ്സിൽ വെച്ചിട്ട് ചൊല്ലുന്നത്, അപ്പോൾ നമുക്ക് അത് സാധിപ്പിച്ചെടുക്കാൻ കഴിയും. നമ്മൾ ഏത് കാര്യം ചൊല്ലുമ്പോഴും ഏത് അമൽ ചെയ്യുമ്പോഴും നമുക്ക് ഏറ്റവും വേണ്ടത് വിശ്വാസമാണ്. ഈ അമൽ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു എൻ്റെ ദുആ സ്വീകരിക്കും, എൻ്റെ ദിക്റ് സ്വീകരിക്കും, എൻ്റെ ആഗ്രഹം നടത്തിത്തരും എന്നൊരു വിശ്വാസം നമുക്ക് വേണം. പതിവ് പോലെ എല്ലായ്പ്പോഴും പറയും പോലെ തന്നെ പറയുകയാണ്. ഈ ദിക്റ് ചൊല്ലുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തോടു കൂടി ചൊല്ലണം. ഈ ദിക്റ് ചൊല്ലാൻ നിങ്ങൾ തുടങ്ങുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാം. കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടുക രാത്രിയാണ്. രാത്രിയിൽ നിങ്ങൾ തഹജ്ജുദിൻ്റെ സമയം അല്ലെങ്കിൽ ഹാജത്ത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ആ ഒരു സമയത്ത് ഓതിയാലും പ്രതിഫലം ഇരട്ടിയായിരിക്കും. ഹാജത്തിന് 2 റക്അത്ത് നിസ്കരിക്കുക. ഹാജത്ത് നിങ്ങൾ രാത്രിയിൽ എഴുന്നേറ്റിട്ട് തഹജ്ജുദിന് ശേഷമോ അല്ലെങ്കിൽ ഇശാഇന് ശേഷമോ നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുന്നതാണ്. ഹാജത്ത് നിസ്കരിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ കൊണ്ടുവരിക. എന്താണോ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത്, അതിയായ ആഗ്രഹം എന്താണോ അത് മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഹാജത്തിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക. അതിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 7 ഇഖ്ലാസ് സൂറത്തും, രണ്ടാമത്തെ റക്അത്തിലും 7 ഇഖ്ലാസ് സൂറത്ത് അങ്ങനെ ഓതിയിട്ട് ഹാജത്തിൻ്റെ നിസ്കാരം പൂർത്തിയാക്കാൻ പറ്റുന്നതാണ്. ഹാജത്തിൻ്റെ നിസ്കാരം പൂർത്തിയാക്കിയതിന് ശേഷം ആ ഒരു നിസ്കാര പായലിരുന്ന് കിബിലക്ക് മുന്നിട്ട് ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. എന്താണോ ആഗ്രഹം അത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തതിന് ശേഷം കുറച്ച് നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് അത്ര ഇസ്തിഗ്ഫാർ ചൊല്ലുക. എന്നിട്ട് തെറ്റുകളെ പുറത്തു തരാൻ വേണ്ടി ദുആ ചെയ്യുക. ശേഷം നിങ്ങൾ നബിയുടെ ഹളറത്തിലേക്ക് നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു ദിക്റ് ചൊല്ലുക. ആ സ്വലാത്ത് ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്തതിന് ശേഷം ഈ ഒരു ദിക്റ് ചൊല്ലുക. നിങ്ങൾ ചൊല്ലേണ്ട ദിക്റ് ഇതാണ്. നിങ്ങൾ ചൊല്ലേണ്ടത് റബ്ബി ഇന്നി ലിമ അൻസൽത ഇലയ്യ മിൻ ഹൈരിൻ ഫക്കീർ. ഈ ഒരു ദുആയാണ് ചൊല്ലേണ്ടത്. 100 പ്രാവശ്യം എങ്കിലും നിങ്ങൾ മിനിമം ചൊല്ലുക. അല്ലെങ്കിൽ 113. നിങ്ങൾക്ക് എത്രയാണോ ചൊല്ലാൻ കഴിയുക അത്ര നിങ്ങൾ ചൊല്ലുക. അത് സ്ഥിരമായിട്ട് ആ ഒരു എണ്ണത്തിൽ ചൊല്ലുക. നിങ്ങൾക്ക് കുറഞ്ഞത് 40 പ്രാവശ്യം അല്ലെങ്കിൽ 41 പ്രാവശ്യം അല്ലെങ്കിൽ 21 പ്രാവശ്യമാണ് ചൊല്ലാൻ കഴിയുമെങ്കിൽ ആ ഒരു പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക. എന്നിട്ട് സ്ഥിരമായിട്ട് ചൊല്ലുക. ഓരോ ദിവസവും ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിയിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പതിയെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും, കടങ്ങൾ വീടിക്കിട്ടും, നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും. നിങ്ങൾക്കിത് രാത്രിയിൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഫലം ഇരട്ടിയായിരിക്കും. അല്ലെങ്കിൽ പകലിൽ ഏതെങ്കിലും ഒരു സമയം ഏതെങ്കിലും ഒരു നിസ്കാര ശേഷമോ അങ്ങനെ ചൊല്ലി തീർക്കാവുന്നതുമാണ്. നിങ്ങൾക്ക് ദിവസത്തിൽ ഏതെങ്കിലും ഒരു നേരം, ദിവസം ഒരു 100 പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ ഒരു 50 അല്ലെങ്കിൽ ഒരു 40, നിങ്ങൾക്ക് എത്രയാണോ ചൊല്ലാൻ കഴിയുന്നത് അത്ര പ്രാവശ്യം നിങ്ങൾ ദിവസം ചൊല്ലാൻ ശ്രമിക്കുക. അങ്ങനെ ഡെയിലി ജീവിതത്തിൽ ഇത് കൂടുക. പതിയെ നിങ്ങൾ വലിയൊരു മാറ്റത്തിൻ്റെ ഉടമയായിട്ട് മാറും. നിങ്ങൾ സാമ്പത്തികമായിട്ട് വലിയൊരു മാറ്റം തന്നെ ഉണ്ടാവും. പലർക്കും അത്ഭുതം തോന്നും. നിങ്ങളെ അറിയാവുന്നവർക്കൊക്കെ അത്ഭുതം തോന്നും. നിങ്ങളുടെ മാറ്റത്തിൻ്റെ കാരണം എന്താണെന്ന് അവരിങ്ങോട്ട് വന്ന് ചോദിക്കും. ആരോടും പറയാൻ പാടില്ല. നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അനുഗ്രഹം പറയരുത്. മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫലം ഇല്ലാതായി പോകും എന്നതാണ്.
നമ്മൾ ആരും അറിയാതെ സ്വകാര്യമായിട്ട് അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുക. വീട്ടിലുള്ളവരോടും കൂടി പറയരുത്, ഞാൻ ഈ ദിക്റ് ചൊല്ലുന്നുണ്ട് എന്നൊന്നും പറയരുത് ആരോടും. അപ്പം നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ദിക്റിലൂടെ അള്ളാഹു സാധിപ്പിച്ചു തരും. ഈ ദുആയിലൂടെ നമ്മുടെ ദാരിദ്ര്യമൊക്കെ മാറിക്കിട്ടും. ഏത് കാര്യവും വിശ്വസിച്ച് ചൊല്ലുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഈ ഒരു ദിക്റിൻ്റെയും ദുആൻ്റെയും ഫലം കിട്ടട്ടെ. നിങ്ങളുടെ വിലയേറിയ ദുആയിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ എൻ്റെ ദുആയിൽ നിങ്ങളെയും കുടുംബത്തെയും ഉൾപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.